മൂന്നാം മോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. രാത്രി 7:15 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഉണ്ടാകും. രണ്ടാം മോദി സർക്കാരിലെ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ മന്ത്രിസ്ഥാനത്ത് തുടരും. നിതീഷ് ഗഡ്കരി, പീയൂഷ് ഗോയൽ, എസ് ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്, ധർമ്മേന്ദ്ര പ്രധാൻ, മൻസുഖ് മാണ്ഡവ്യ, കിരൺ റിജിജു എന്നിവരും മന്ത്രിസ്ഥാനത്ത് തുടരും. TDPയിൽ നിന്ന് രാംമോഹൻ നായിഡുവും പെമസേനി ചന്ദ്രശേഖറും മന്ത്രിസഭയിലേക്ക് എത്തും. ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവ് ജിതൻ റാം മാഞ്ചിയും LJP നേതാവ് ചിരാഗ് പാസ്വാനും JDS നേതാവ് HD കുമാരസ്വാമിയും മന്ത്രിസഭയിലെത്തും. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ആർക്കെ, ഈ മന്ത്രിമാരുടെ പട്ടിക ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെ പോലെയല്ല. ഇത്തവണ ആർക്കെല്ലാം, ഈ സഖ്യകക്ഷികളിൽ ആർക്കെല്ലാം വകുപ്പുകൾ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം അല്പസമയത്തിനകം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനപ്പെട്ട വകുപ്പുകൾ ആരെല്ലാം കൈകാര്യം ചെയ്യും? കക്ഷികളിൽ, ഘടകകക്ഷികളിൽ ആർക്കെല്ലാം ഏതെല്ലാം വകുപ്പുകൾ നൽകും? ഇക്കാര്യത്തിലെല്ലാം തന്നെ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ എത്തുന്ന മന്ത്രിമാരുടെ പട്ടിക ഏകദേശ തീരുമാനമായിരിക്കുന്നു. ആ പട്ടിക രാഷ്ട്രപതിക്ക് കൈമാറിയിരിക്കുന്നു. ഇന്ന് രാത്രി 7:15 മുതലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങുക. 45 മിനിറ്റ് ആകും സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ സമയമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. രണ്ടാം മോദി സർക്കാരിൽ ഉണ്ടായിരുന്ന രാജ്നാഥ് സിംഗും അമിത്ഷായും നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവരും മന്ത്രിസ്ഥാനത്ത് തുടരുന്നുണ്ട്. ആർക്കെ, നമ്മൾ ഇത്തവണ 2 പ്രാവശ്യത്തെക്കാളും, പ്രത്യേകിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണയുള്ള ഏറ്റവും വലിയ ആകാംക്ഷ സഖ്യകക്ഷികളിൽ അല്ലെങ്കിൽ ഘടകകക്ഷികളിൽ ആർക്കെല്ലാം മന്ത്രിസ്ഥാനം ലഭിക്കും? ആ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട വകുപ്പുകൾ ആർക്കെല്ലാം ലഭിക്കും എന്നുള്ളതിലും ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് അല്ലേ? സ്മിത സൂചിപ്പിച്ചതുപോലെ ഈ മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്നത് BJP ഈ മന്ത്രിസ്ഥാനം നിശ്ചയിക്കുന്നതാണ്. കഴിഞ്ഞ 2 നരേന്ദ്രമോദി സർക്കാരുകളിൽ, 1ഉം 2ഉം നരേന്ദ്രമോദി സർക്കാരുകളിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു സമ്മർദ്ദം ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് BJPക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. വളരെ കൃത്യമായിട്ട് വിലപേശാനായി അറിയാവുന്ന ചന്ദ്രബാബു നായിഡുവും ഒപ്പം നിതീഷ് കുമാറും 2 വശങ്ങളിലായി നിലയുറപ്പിക്കുകയും തലയെടുപ്പോടെ 2 സർക്കാരുകളെ നയിച്ച നരേന്ദ്രമോദിക്ക് അവരുടെ നടുക്ക് ഇരുന്ന് ഈ വിഷയത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ചർച്ച നടത്തുകയും ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മളെല്ലാം കണ്ടതാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ മന്ത്രിസഭാ രൂപീകരണ ധാരണയുണ്ടാവുകയും പിന്നീട് അദ്ദേഹത്തെ സഭാകക്ഷി നേതാവായി തെരഞ്ഞെടുക്കുകയും മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാനായി പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഘടകകക്ഷികളുടെ കാര്യത്തിൽ അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാലിക്കാനായി ഇപ്പോൾ BJPക്ക് സാധിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അതിന്റെ പ്രകാരം ചില വിട്ടുവീഴ്ചകളൊക്കെ ഘടകകക്ഷികൾ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം ഏതാണ്ട് 12 മുതൽ 15 വരെ മന്ത്രിസ്ഥാനങ്ങൾ ഘടകകക്ഷികൾക്ക് ലഭിക്കും. TDPയെ സംബന്ധിച്ച് TDPക്ക് ഒരു ക്യാബിനറ്റ് പദമാണ് ലഭിക്കുക എന്നുള്ളതാണ് ഇതുവരെയുള്ള സൂചനകൾ. 2 സഹമന്ത്രി പദം ലഭിക്കും. ലല്ലൻ സിംഗ് അടക്കമുള്ള ലല്ലൻ സിംഗിന് ക്യാബിനറ്റ് പദവി, JDUവിന്റെ ലല്ലൻ സിംഗിന് ക്യാബിനറ്റ് പദവി ലഭിക്കുമെന്ന് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം ഒരു സഹമന്ത്രിയെയും JDUവിന് ലഭിക്കുന്ന വിധത്തിലേക്ക് എത്തും. ഇതിൽ ഈ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അജിത് പവാറിന്റെ NCP, ആ NCPക്ക് ഇന്ന് രാവിലെ മുതൽ നമ്മൾ പറഞ്ഞു കേട്ടത് അതിന്റെ ഭാഗമായിട്ട് പ്രഫുൽ പട്ടേലിനെ ഉൾപ്പെടുത്തും എന്നായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ ഈ ചായ സൽക്കാരത്തിലേക്ക് വിളിച്ചവരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് കാണാത്ത സാഹചര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നു. അജിത് പവാറിന്റെ NCP അവരുടെ പ്രകടനം കൃത്യമല്ലാത്ത സാഹചര്യത്തിൽ അവർക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് ഈ മന്ത്രിസ്ഥാനം നൽകേണ്ട എന്ന തീരുമാനം കൈക്കൊണ്ടതാണോ എന്ന ഒരു സംശയം ജനിപ്പിക്കുന്നതാണ് അത്. മറ്റ് എല്ലാ ഘടകകക്ഷികളുടെ കാര്യത്തിലും സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത്. ചിരാഗ് പാസ്വാൻ LJP പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രിസഭയിലേക്ക് എത്തുന്നുണ്ട്. HD കുമാരസ്വാമി JDSനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രിസഭയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഘടകകക്ഷികളെ സംബന്ധിച്ചിട്ടുള്ള ഏതാണ്ട് ധാരണയായി കഴിഞ്ഞു. BJP മന്ത്രിമാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന നരേന്ദ്രമോദി 2ാം സർക്കാരിൽ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കളായിട്ടുള്ള മന്ത്രിമാർ അവരെല്ലാവരും തന്നെ ഇത്തവണയും മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഉണ്ടാകും എന്ന അറിവാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അങ്ങനെയാണ് ആ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ പട്ടിക രാഷ്ട്രപതി ഭവന് കൈമാറിയിട്ടുണ്ട്. ആ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന പേരുകാരിൽ നമ്മൾ ഏവരും നോക്കിയിരുന്നത് നിർമ്മല സീതാരാമന്റെ കാര്യമാണ്. എന്നാൽ അവസാനം നിർമ്മല സീതാരാമനും ആ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ അറിയാനായി സാധിക്കുന്നത്. നിർമ്മല സീതാരാമൻ ഈ നരേന്ദ്രമോദി ചായ സൽക്കാരത്തിന് വിളിച്ച
ആളുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടു എന്നതാണ് വസ്തുത. സമാനമായിട്ട് അമിത്ഷാ, രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ, പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ, ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കമുള്ള ആ പട്ടിക, ആ നിര, അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് നിർമ്മല സീതാരാമന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ഉണ്ടാകുമെന്ന് വാർത്തകൾ വരുന്നു, സൂചനകൾ വരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടത് വല്ലാത്തൊരു സസ്പെൻസ് ആയിരുന്നു. അത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്മിത, ഇതില് BJP നേതൃത്വം ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത് സാങ്കേതികമായിട്ടുള്ള ചില ആശയവിനിമയത്തിന്റെ കുഴപ്പങ്ങളാണ്. സാധാരണഗതിയിൽ സുരേഷ് ഗോപി ഡൽഹിയിൽ എത്തി കഴിഞ്ഞാൽ അദ്ദേഹം പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അറിവ് BJP ദേശീയ നേതൃത്വത്തിന് ഉണ്ടാകും. നിയുക്ത എം പിമാരെല്ലാവരും ഡൽഹിയിലേക്ക് എത്തണം, ഡൽഹിയിൽ ഉണ്ടാകണം എന്ന നിർദ്ദേശം BJP ദേശീയ നേതൃത്വം എല്ലാവർക്കും കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി ഡൽഹിയിൽ എത്തിയിരുന്നു. അദ്ദേഹം BJP നേതാക്കന്മാരും ഒക്കെ ആയിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയ കാര്യം BJPയുടെ നേതാക്കന്മാർക്ക് അതിനെക്കുറിച്ച് അത്ര ബോധവാന്മാരായിരുന്നില്ല എന്നാണ് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നാകട്ടെ രാവിലെ ഇന്നലെ രാത്രിയിൽ ഈ ലിസ്റ്റ് കൈമാറേണ്ടതാണ്. നിയുക്ത മന്ത്രിമാരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റ് രാഷ്ട്രപതി ഭവന് കൈമാറേണ്ടതാണ്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി മൊത്തം ചർച്ച നീണ്ടതുകൊണ്ട് ഇന്ന് രാവിലെ ഏതാണ്ട് 9 മണിക്കാണ് ആ ലിസ്റ്റ് നിയുക്ത പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഈ അംഗങ്ങളെ ഓരോരുത്തരെയും, അവരെല്ലാവരും ഡൽഹിയിലുണ്ട് എന്നൊരു ധാരണയിലാണ് ഈ അംഗങ്ങളെ ഓരോരുത്തരെയായിട്ട് തങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം രാഷ്ട്രപതി ഭവനിൽ നിന്ന് വിളിച്ച് അറിയിക്കുന്നത്. അപ്രകാരം വിളിച്ചറിയിക്കുന്നതിൽ ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ പേര് അല്ലെങ്കിൽ അത് കൺഫേം ചെയ്യുന്ന കാര്യത്തിൽ ഒരു വലിയ സമയം വേണ്ടി വന്നു. ഇതാണ് രാവിലെ പുറപ്പെടേണ്ട വിമാനത്തിലെങ്കിലും പുറപ്പെട്ട് ഡൽഹിയിലേക്ക് എത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കാതെ പോയത്. അതേ തുടർന്നാണ് ആശയക്കുഴപ്പം ഉണ്ടായത് എന്നാണ് ഈ മറ്റേതെങ്കിലും വിധത്തിൽ ഇനി മറ്റു കാരണങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ പരസ്യമായിട്ട് ആരും വ്യക്തമാക്കുന്നില്ല. എന്നാൽ BJP നേതൃത്വം വിശദമാക്കുന്നത് ഇപ്രകാരമാണ്: സുരേഷ് ഗോപി പ്രധാനമന്ത്രി വിളിച്ചെന്നും 11:30 ചായ സൽക്കാരത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് BJP നേതൃത്വം പറയുന്നത്. 11:30 9 മണിക്കും 10 മണിക്കും ഒക്കെ ഡൽഹിയിലിരുന്ന ആള് തീർച്ചയായിട്ടും 11:30 മണിക്ക് അദ്ദേഹത്തിന് ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ഈ ഒരു എത്താൻ പറ്റാത്ത ഒരു അവസ്ഥ സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം 4 മണിക്ക് മുമ്പായി ഡൽഹിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അപ്രകാരം അദ്ദേഹം ഡൽഹിയിലേക്ക് ഉള്ള യാത്ര ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ചർച്ചകൾ നടന്നത്. സ്മിത, ആർക്കെ ഒരു കാര്യം കൂടെ, നാരീശക്തി എന്നുള്ള ആ ഒരു സ്ലോഗൻ തന്നെ മുൻനിർത്തിയായിരുന്നു BJP തീർച്ചയായിട്ടും വോട്ട് പിടിച്ചതും ഒക്കെ. അത് എപ്പോഴും അവിടെ ഇവിടെയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇത്തവണ മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തുന്ന എത്ര സ്ത്രീകളുണ്ട്, എത്ര വനിതകളുണ്ട്, അതുപോലെ പാർലമെന്റിലാണെങ്കിലും നോക്കിയാൽ നമുക്ക് അവരുടെ ഒരു എണ്ണം കുറവായിട്ട് കാണാം അല്ലേ? ഈ മന്ത്രിസഭയിലേക്ക് ഇത്തവണ ഈ വനിതകളായിട്ടുള്ള ആളുകളുടെ കൂടുതൽ പേരുണ്ടാകണം എന്നുള്ളത് BJP സംബന്ധിച്ച് അവരുടെ ഏറ്റവും നിശ്ചയമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇതിന് ഉതകുന്ന വിധത്തിലുള്ള പേരുകൾ BJPയുടെ പക്കൽ ഇപ്പോഴില്ലാത്ത വിധത്തിലാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിർമ്മല സീതാരാമൻ ഉണ്ടാകും, ബാൻസുരി സ്വരാജിന്റെ പേര് പരിഗണിക്കുന്നുണ്ട്, അവർ ഉണ്ടാകുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം സ്മൃതി ഇറാനിക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവരെ വീണ്ടും ഇതിൽ പങ്കെടുപ്പിക്കണം എന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗമായിട്ട് പങ്കെടുപ്പിക്കണം എന്നുള്ള വിധത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പോകുന്നത്. സമാനമായിട്ട് മറ്റു ചില BJP നേതാക്കന്മാരുടെ പേരും പരിഗണിക്കും. രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.